അപ്പോൾ ഇതാ ഞാനും കാക്കും കൂടി മലപ്പുറം പോവാണ് കേട്ടോ. മലപ്പുറം പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാളിയാവന്ന് മലപ്പുറത്തേക്കുള്ള ബസ് കിട്ടി. അതുകൊണ്ട് തന്നെ ഇറങ്ങി കയറേണ്ട ആവശ്യമൊന്നും വന്നില്ല. പതിവ് പോലെ ബസ്സിൽ കയറി ഉടനെ തന്നെ കാക്കു ഉറങ്ങിട്ടോ. ഞാൻ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും ഞാൻ യാത്ര പോകുമ്പോൾ ഞാൻ ഉറങ്ങൂല. അതുകൊണ്ട് തന്നെ യാത്ര പോകുമ്പോഴുള്ള എല്ലാ ക്ഷീണവും ബുദ്ധിമുട്ടും എനിക്കുണ്ട്. കാക്കുവിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കാക്കു കൂടെ ഉണ്ടാവുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഇപ്പൊ തോന്നലില്ല. അപ്പൊ ഇതാ ഞങ്ങൾ മലപ്പുറത്ത് എത്തി. ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പൊ ഏതാണ്ട് ഒരു 2 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള സദ്യയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. നല്ല പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സദ്യ കഴിച്ചു. സദ്യ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടോ. 5 വർഷം മുമ്പ് ഞാനും ഓളും ഒരുമിച്ച് ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നെന്നൊക്കെ ഓള് പറഞ്ഞു. ഓൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ നാട്ടിൽ വന്നു. എന്റെ മോളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2 മണിക്കാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയം ഒരു 3:30 ആയാലും എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിനോട് പറഞ്ഞു 3:30 ആയാലും എത്തിക്കൊണ്ടു. പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു 4 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും മീറ്റിങ്ങിനൊന്നും പോക്ക് നടക്കൂല. നല്ല ക്ഷീണുണ്ട്. സുഖമായിട്ട് ഒരു മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങണം. അതിന് ശേഷം സമാധാനത്തിൽ ടീച്ചർക്ക് ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.